ഏറെ പ്രമാദമായ തിരുവനന്തപുരം പാറശാല ഷാരോൺ രാജ് വധക്കേസിൽ ഇന്നാണ് ശിക്ഷാവിധി. ഒന്നാം പ്രതി ഷാരോണിന്റെ കാമുകി ഗ്രീഷ്മയും മൂന്നാം പ്രതി നിർമ്മലകുമാരൻ നായരും കുറ്റക്കാരാണെന്ന് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ഇന്നലെ കണ്ടെത്തിയിരുന്നു. പരമാവധി ശിക്ഷ നൽകണമെന്നാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. ഗ്രീഷ്മയുടെ പ്രായം പരിഗണിച്ച് ശിക്ഷയിൽ ഇളവ് നൽകണമെന്ന് പ്രതിഭാഗവും വാദിക്കുന്നുണ്ട്. ഗ്രീഷ്മയ്ക്ക് പരമാവധി ശിക്ഷ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് വിധി വരാനിരിക്കെ ഷാരോണിന്റെ കുടുംബം ന്യൂസ് 18നോട് പറഞ്ഞു. പാറശാല ഷാരോൺ രാജ് വധക്കേസിൽ ഇന്ന് ശിക്ഷാവിധി വരാനിരിക്കുകയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ഷാരോൺ രാജിന്റെ സഹോദരൻ ചേരുകയാണ്. ഇന്നിപ്പോൾ ശിക്ഷ വിധിക്കാൻ പോവുകയാണ്. ഇന്നലെ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയിരുന്നു. എങ്ങനെയാണ് ഒരു പ്രതീക്ഷ? ഞങ്ങൾക്ക് അതായത് നിയമം വഴി കിട്ടാവുന്ന പരമാവധി ശിക്ഷ കിട്ടണമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട കോടതിയിൽ വിശ്വാസമുണ്ട്. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ പോകുന്നത്. പരമാവധി ശിക്ഷ അതായത് മാക്സിമം കിട്ടാവുന്ന പരമാവധി ശിക്ഷ കിട്ടുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. 3 വകുപ്പുകളാണ് തെളിഞ്ഞിട്ടുള്ളത്. അതാണ് കഴിഞ്ഞ 4 വകുപ്പുകളാണ് ഇന്നലെ വിധി വന്നപ്പോൾ ഗ്രീഷ്മയുടെ പേരിലുള്ളപ്പോൾ ഞങ്ങൾ പ്രതീക്ഷ പോലെ തന്നെയായിരുന്നു വിധി. അപ്പോൾ അതിൽ ഞങ്ങൾ തൃപ്തരാണ്. അപ്പോൾ തുടർന്നും ശിക്ഷയുടെ കാര്യത്തിലും അത് തന്നെ ഉണ്ടാവും. ബഹുമാനപ്പെട്ട കോടതി അത് തന്നെ പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഈ അമ്മ സിന്ധുകുമാരിയെ വെറുതെ വിട്ടൊരു നടപടിയുണ്ട്. അപ്പൊ അതിൽ കഴിഞ്ഞ ദിവസം താങ്കളുടെ ഉൾപ്പെടെയുള്ളവർ പറയുന്നുണ്ടായിരുന്നു, അതായത് മേൽക്കോടതിയെ സമീപിക്കാനുള്ള ഒരു തീരുമാനമുണ്ട് എന്ന്. പക്ഷെ അങ്ങനെ തന്നെയാണോ? ഇല്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇത് പപ്പയാണെന്ന് തോന്നുന്നു. അത് അപ്പോഴത്തുള്ളൊരു വിഷമത്തിന്റെ പുറത്ത് പറഞ്ഞത്. ഞങ്ങള് അങ്ങനെയൊന്നും പോകുന്നില്ല. കാരണം ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീഷ്മേനെ അകത്താക്കുക എന്നുള്ളതായിരുന്നു തുടക്കം മുതലുള്ള ആവശ്യം. പിന്നെ അതിന് കൂട്ടുനിന്നവര് തീർച്ചയായിട്ടും വരണം. ഇപ്പൊ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണല്ലോ കോടതി വിധി വന്നിട്ടുള്ളത്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ വന്ന വിധിയിൽ ഞങ്ങൾ തൃപ്തരാണ്. ഇപ്പോൾ ഗ്രീഷ്മയ്ക്ക് 4 സെക്ഷൻസ് വന്നിട്ടുണ്ട്. അതുപോലെ അമ്മാവന് ഒരു സെക്ഷനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ ഞങ്ങൾ തൃപ്തരാണ്. അതിനു വേണ്ടിയുള്ള തക്കതായിട്ടുള്ള മാക്സിമം പരമാവധി ശിക്ഷയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ അമ്മയ്ക്കെതിരെ ഈ വെറുതെ വിട്ട നടപടിക്കെതിരെ ചോദ്യം ചെയ്തുകൊണ്ടും മേൽക്കോടതിയെ സമീപിക്കുന്നില്ല എന്ന് തന്നെയാണല്ലേ? ഇല്ലില്ല, അങ്ങനെയുള്ള തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല. അത് ഞാൻ പറഞ്ഞല്ലോ, അത് ഇന്നലെ പപ്പയ്ക്ക് സത്യം പറഞ്ഞാൽ സുഖമില്ല. സ്ട്രോക്ക് വന്നിട്ട് അങ്ങനെ കുറച്ച് ഇറലവന്റ് ആയിട്ടുള്ള ടോക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഇതിന് മേലെ വന്നതാണ്. തീർച്ചയായിട്ടും അങ്ങനെ വന്നത്. അപ്പോൾ ഞാനും ആങ്കിളൊക്കെ ഇന്നലെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ തുടക്കം മുതൽ പറഞ്ഞത് ഞങ്ങളിതിൽ തൃപ്തരാണ്. കാരണം ഞങ്ങളുടെ ആവശ്യം ഗ്രീഷ്മേനെ കൊടുക്കുക, ഇതിൽ കൂട്ടുനിന്നവരെ കൊടുക്കുക. അപ്പോൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എടുത്തൊരു കോടതിന്റെ വിധി ഞങ്ങൾ പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയാണ്. തീർച്ചയായും എന്തായാലും പൂർണ്ണ സംതൃപ്തരാണ്. ഇന്നിനി എന്താണ് ശിക്ഷാവിധി എന്നുള്ള കാത്തിരിപ്പ് തന്നെയാണ്. അമ്മയെ വെറുതെ വിട്ട നടപടിയിൽ മേൽക്കോടതി അടക്കം സമീപിക്കുന്ന കാര്യത്തിൽ ഒരു മുന്നോട്ട് തീരുമാനമില്ല. ഗ്രീഷ്മയ്ക്ക് കൃത്യമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു. അത് കോടതി വിധിയിൽ ആ ശിക്ഷ പരമാവധി ശിക്ഷ തന്നെ ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഷാരോൺ രാജിന്റെ സഹോദരൻ വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ സന്തോഷ് കുമാറിനൊപ്പം MC മിഥുൻ, ന്യൂസ് 18 തിരുവനന്തപുരം. മിഥുൻ തന്നെ നമ്മളോടൊപ്പം വിശദ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മിഥുൻ, കേരളം ഒന്നാകെ ഇന്ന് കാത്തിരിക്കുന്നത് ഷാരോൺ രാജ് എന്ന 22-കാരനെ വിഷം കൊടുത്ത് കൊന്ന കേസിൽ എന്തായിരിക്കും ഗ്രീഷ്മയ്ക്കുള്ള വിധി എന്നറിയാനാണ്, ശിക്ഷാവിധി എന്തെന്നറിയാനാണ്. അതിന് മുന്നോടിയായാണ് മിഥുൻ ഇന്ന് കുടുംബത്തോട് സംസാരിച്ചത്. അല്പം കൂടി ഇന്നലത്തെ ഒരു വികാരത്തിന്റെ അതിൽ നിന്ന് മാറി ഇന്ന് കുറേയും കൂടി കൃത്യമായി കാര്യങ്ങൾ പറയുന്നുണ്ട്. ഷിമോൺ ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. ഷിമോണിന്റെ ഇടപെടലാണ് ഒരുപക്ഷെ ഒരു സാധാരണ മരണമായി ആളുകൾ കരുതുമായിരുന്ന ഒരു മരണം കൊലപാതകമായിരുന്നു എന്ന് തെളിയുന്നതിൽ പ്രധാന ഘടകമായത്. എന്താണ് ഈ കോടതിയിലേക്ക് പോകും മുമ്പ് അവർ പറയുന്നത്? ശ്രീജ, ഒരു 10 മണിയോടുകൂടി തന്നെ കുടുംബം മുഴുവൻ, മാതാപിതാക്കളും ഷാരോൺ രാജിന്റെ സഹോദരൻ ഷിമോൺ ഉൾപ്പെടെയുള്ളവർ ഈ കോടതിയിൽ ശിക്ഷാവിധി കേൾക്കുന്നതായി ഇന്ന് പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പക്ഷേ ആ വിധി വരുന്ന സമയത്ത് അവർ പോയില്ലായിരുന്നു. കാരണം വളരെ വൈകാരികമായ നിമിഷം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇവരാരും തന്നെ കോടതിയിലേക്ക് പോകാതിരുന്നത്. പക്ഷേ ഇന്ന് കുറച്ചുകൂടി അവർ ഇതിനെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഈ ശിക്ഷാവിധിയെ കൂടുതൽ സംതൃപ്തരാണ് എന്നടക്കം കുടുംബം പറഞ്ഞു വെക്കുന്നു. അതുതന്നെയാണ് നമ്മളിപ്പോൾ അല്പസമയത്തിന് മുമ്പ് ഷാരോണിന്റെ സഹോദരൻ വ്യക്തമാക്കിയതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഈ ഒരു വിധി വന്നതിന് ശേഷം അത്രത്തോളം വൈകാരികമായിരുന്നു ഇതിൽ പ്രതികരിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അമ്മ സിന്ധുകുമാരിക്കെതിരെ തുടർ നടപടികളുമായി ബന്ധപ്പെട്ട് മേൽക്കോടതിയെ സമീപിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു വെക്കുകയും ചെയ്ത്
എന്നാൽ ഇന്ന് അക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിരിക്കുന്നു. സിന്ധുകുമാരിയെ വെറുതെ വിട്ട നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് മേൽക്കോടതിയെ തങ്ങൾ സമീപിക്കുന്നില്ല. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ വിധിയിൽ പൂർണ്ണമായും സംതൃപ്തരാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ കുടുംബം പറഞ്ഞു വെക്കുകയാണ്. കൂടാതെ തന്നെ ഗ്രീഷ്മയ്ക്ക് ഇന്ന് ശിക്ഷ വിധിക്കുമ്പോൾ അതിൽ പരമാവധി ശിക്ഷ തന്നെ ലഭ്യമാകുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് കുടുംബം പങ്കുവയ്ക്കുന്നത്. അത്തരത്തിൽ കോടതിയിൽ വിശ്വാസമുണ്ട്. ഇതുവരെ മുന്നോട്ട് പോയ രീതിയിൽ തന്നെ കഴിഞ്ഞ ദിവസം കോടതി 4 വകുപ്പുകൾ അത് ഈ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്കെതിരെ ചുമത്തിയത് കണ്ടെത്തുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ അതിൽ പരമാവധി ശിക്ഷ വാങ്ങിച്ചു നൽകാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് കുടുംബം പങ്കുവയ്ക്കുന്നത്. മൂന്നാം പ്രതിയായിട്ടുള്ള നിർമ്മലകുമാരൻ നായർക്കും സമാനമായ രീതിയിൽ തന്നെ പരമാവധി ശിക്ഷ ലഭ്യമാകും എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത്. എന്തായാലും നിലവിൽ ഹൈക്കോടതിയെ സമീപിക്കുക അടക്കമുള്ള കാര്യങ്ങളിൽ കുടുംബം കടക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. 10 മണിക്ക് ശേഷമാണ് 10 മണിയോട് കൂടി അല്പസമയത്തിനകം തന്നെ ഇവർ കുടുംബം ഇവിടെ നിന്ന് നെയ്യാറ്റിൻകര കോടതിയിലേക്ക് പുറപ്പെടും. ശിക്ഷാവിധി കേൾക്കുന്നതിനായി ഒരുപക്ഷെ 11 മണിയോടുകൂടി തന്നെ ആദ്യം തന്നെ കേസിന്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കും. ശിക്ഷാവിധി എന്താണെന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരികയും ചെയ്യും. എന്തായാലും കേരളം കാത്തിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയാം, വളരെ ആസൂത്രണം ചെയ്ത് കൃത്യമായ 6 മാസത്തോളം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒരു കൊലപാതകം. ഗ്രീഷ്മ സ്വന്തം കാമുകന് ഈ വിഷം നൽകി കൊലപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷം അത് കേരളക്കര കേട്ടതും കണ്ടറിഞ്ഞതും ഈ കുടുംബത്തിന്റെ ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ്. പ്രത്യേകിച്ച് നമ്മോടിപ്പോൾ അല്പസമയത്തിന് മുമ്പ് പ്രതികരിച്ച ഷിമോണിന്റെ ആ ഒരു കൃത്യമായ ദൃഢനിശ്ചയത്തോടു കൂടി തന്നെ അദ്ദേഹം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് മുന്നിട്ടിറങ്ങിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരു സാധാരണ കേസായി പോകേണ്ട ഒരു സംഭവമായിരുന്നു. സാധാരണ മരണമായി കണക്കാക്കപ്പെടുന്ന ഒരു സംഭവമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിന്റെ ചുരുളഴിച്ചുകൊണ്ട് ഗ്രീഷ്മ എന്ന പ്രതിയിലേക്ക് എത്തുകയും പിന്നീട് അതിന്റെ ചുരുളഴിച്ചുകൊണ്ട് കൃത്യമായി ഈ കഷായത്തിലടക്കം പോയിസൺ നൽകി കൊലപ്പെടുത്താൻ ശ്രമിച്ചതാണ് എന്നടക്കമുള്ള കൃത്യമായ ആസൂത്രണം അടക്കം പുറത്തുവരികയും ചെയ്തത്. അങ്ങനെ നീണ്ട 2 വർഷത്തോളം നീണ്ടുനിന്ന ഈ ഒരു നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഇന്നലെ കോടതി ഈ കുറ്റക്കാരിയാണെന്ന് ഗ്രീഷ്മ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തുകയും ചെയ്തത്. എന്തായാലും ഇന്ന് ശിക്ഷാവിധി അല്പസമയത്തിനകം തന്നെ ഏകദേശം ഒരു 11 മണിയോടുകൂടി കോടതി നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്നാണ് കരുതുന്നത്. ഇന്നലെ വളരെ നാടകീയമായ സംഭവങ്ങൾക്കൊക്കെ കോടതി പരിസരം സാക്ഷ്യം വഹിച്ചിരുന്നു. കോടതിയിൽ നിന്ന് ഗ്രീഷ്മയെ ഇറക്കുന്ന സമയത്ത് വലിയ രീതിയിൽ ആ ഒരു തിരക്കുണ്ടാവുകയും തുടർന്ന് ഒരു ശ്വാസതടസ്സം അനുഭവപ്പെടുന്ന പോലെയൊക്കെ ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു. പിന്നീട് വൈദ്യപരിശോധനയ്ക്കൊക്കെ വിധേയമാക്കുകയും ചെയ്തു. ഈ സമയത്ത് ഗ്രീഷ്മയുടെ ഒരു പ്രതികരണം അത് വളരെ നിർണായകമാണ്. കാരണം ഇതുവരെയും മാധ്യമങ്ങളോടൊന്നും ഒരിക്കലും ഒന്നും പറഞ്ഞിട്ടില്ല. ശാസ്ത്രീയമായ തെളിവുകൾ മാത്രമാണുള്ളത്. സാഹചര്യ തെളിവുകളൊന്നും ഇല്ലാത്തൊരു കേസാണ്. അതുകൊണ്ട് തന്നെ പ്രതിഭാഗത്തിന് ഇപ്പോഴും ആ തരത്തിൽ എന്തെങ്കിലും പ്രതീക്ഷയുണ്ടോ? ഇതൊരു അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിക്കില്ല എന്ന രീതിയിൽ പ്രതിഭാഗത്തിന് വല്ല പ്രതീക്ഷയുമുണ്ടോ? സിജ, അങ്ങനെ തന്നെയാണ്. കാരണം നിലവിൽ തെളിഞ്ഞിട്ടുള്ളത് 4 വകുപ്പുകളാണ്. അത് തന്നെയാണ് പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്ന പോലെ തന്നെ ഒരു അപൂർവങ്ങളിൽ അപൂർവമായ കേസായി പരിഗണിക്കാതെ മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് തന്നെ ഒരു വിലയിരുത്തൽ തന്നെയാണ് അവർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ ഇനി എന്താണ് തുടർ നടപടി? ഇന്നത്തെ ശിക്ഷാവിധിക്ക് ശേഷം മേൽക്കോടതി അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുക എന്നുള്ള കാര്യങ്ങളിലേക്ക് ഇനിയാണ് തീരുമാനമെടുക്കുക. എന്തായാലും കഴിഞ്ഞ ദിവസം ഇവരുടെ പ്രതിഭാഗം വക്കീൽ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞതുപോലെ തന്നെ പിന്നീട് ശ്രീജ സൂചിപ്പിച്ച പോലെ തന്നെ കോടതിക്ക് പുറത്തേക്ക് ഗ്രീഷ്മയെ കൊണ്ടുപോകുമ്പോഴും ഒക്കെ തന്നെ മാധ്യമങ്ങളുടെ ചോദ്യത്തിനൊന്നും തന്നെ മറുപടി പറയാൻ ഗ്രീഷ്മ തയ്യാറാവുകയും ചെയ്യില്ലായിരുന്നു. ഇനി എന്താണ് മുന്നോട്ട് പോക്ക് അതടക്കമുള്ള കാര്യങ്ങളിൽ ഇന്നൊരു വ്യക്തത വരും. ശിക്ഷാവിധിക്ക് ശേഷം പ്രതിഭാഗം വക്കീൽ മാധ്യമങ്ങളെ കാണുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഏതെങ്കിലും തരത്തിൽ ഒരു അപ്പീലിന് മുന്നോട്ട് പോകുമോ, ഈ ശിക്ഷാവിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുമോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരികയും ചെയ്യും. എന്തായാലും പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾ അത് എല്ലാം തന്നെ കൃത്യമായി തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ സാഹചര്യ തെളിവുകളൊന്നും തന്നെയില്ല. ശാസ്ത്രീയ തെളിവുകൾ മാത്രമാണ് ഈ കേസിന് ആധാരമായിട്ടുള്ളത്. അത് കൃത്യമായി കോടതി പരിഗണിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ പ്രതിഭാഗം മുന്നോട്ട് വെച്ചതുപോലെ തന്നെ ഗ്രീഷ്മയുടെ പ്രായം അത് കണക്കാക്കിക്കൊണ്ടുള്ള ഒരു വിധി ഉണ്ടാകണമെന്നുള്ളൊരു അഭ്യർത്ഥന കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് കോടതി മാനിക്കുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ നമുക്കിനി കണ്ടറിയേണ്ടി എന്തായാലും കേരളം എല്ലാവരും കാത്തിരിക്കുന്ന ആ ഒരു ശിക്ഷാവിധി 11 മണിയോടുകൂടി കോടതിയുടെ നടപടിക്രമങ്ങൾ ആരംഭിക്കും. കുടുംബാംഗങ്ങൾ മുഴുവനും ഷാരോണിന്റെ കുടുംബാംഗങ്ങൾ മുഴുവനും കോടതി വളപ്പിലേക്ക് എത്തും. കോടതി മുറിയിലെത്തി ഈ വാദം ഈ ശിക്ഷാവിധി കേൾക്കും. അതിനുശേഷം അവരുടെ പ്രതികരണം ഉണ്ടാവുകയും ചെയ്യും. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വൈകാരികമായി ആയിരുന്നു ഈ ഒരു കുടുംബാംഗങ്ങളുടെയൊക്കെ പ്രതികരണം നമ്മൾ കാണുകയും ചെയ്തു. ഒപ്പം തന്നെ നമ്മുടെ പ്രതിനിധി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡാങ്കുര്യൻ ഈ വീട്ടിൽ വന്ന് ഷാരോണിന്റെ മുറിയിൽ അമ്മ ഇരിക്കുന്ന ഒരു ദൃശ്യങ്ങളൊക്കെ
നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതായിരുന്നു. അതൊക്കെ തന്നെ വളരെ നമ്മളെ കണ്ണു നനയിപ്പിക്കുന്ന തരത്തിൽ അത്രത്തോളം വൈകാരികമായിട്ടുള്ള അത്രയും അലറി വിളിച്ചുകൊണ്ടുള്ള സ്വന്തം മകനെ നഷ്ടപ്പെട്ട ആ ഒരു അമ്മയുടെ വേദന അത് നമുക്ക് സ്വാഭാവികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഒരു ചോദ്യം പോലും നമുക്ക് അങ്ങനെ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കാൻ പോലും പറ്റാത്തൊരു സ്ഥിതിവിശേഷം. അത്തരത്തിൽ സ്വന്തം മകനെ 22 വയസ്സുള്ള ഒരു മകനെ ഇത്തരത്തിൽ അതിക്രൂരമായി ആസൂത്രണം ചെയ്ത് കൊലപ്പെടുത്തുക, അതും ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു പക്ഷേ ഒരു വാക്കുകൊണ്ട് പറഞ്ഞാൽ മാറുന്നതല്ലായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ഓരോരുത്തരും ചോദിക്കുമെങ്കിൽ പോലും തന്നെ അതിൽ കൃത്യമായ ആസൂത്രണം ചെയ്തുകൊണ്ട് സ്വന്തം അമ്മാവനും അമ്മയും ഉൾപ്പെടെയുള്ളവർ കൂട്ടുനിന്നുകൊണ്ട് നടത്തിയ ഒരു ക്രൂര കൊലപാതകം അതിൽ ഒരു സാധാരണ കേസായി മാറുമായിരുന്നു. 11 ദിവസത്തിന് ശേഷം, അതായത് അവസാനമായി ഗ്രീഷ്മയുടെ വീട്ടിൽ വന്ന് അതിനുശേഷം നൽകിയ ആ കഷായത്ത് കുടിച്ചതിന് ശേഷമാണ് ഷാരോണിന് കൂടുതൽ ദേഹാസ്വാസ്ഥ്യം ഉണ്ടാകുകയും ഛർദ്ദിക്കുകയൊക്കെ ചെയ്യുകയും ചെയ്തത്. പിന്നീട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി 11ാം ദിവസമാണ് മരണപ്പെടുകയും ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു കേസ് ഒരു സ്വാഭാവിക മരണത്തിനായി ആയിരുന്നു അന്ന് പാറശാല കേസെടുക്കുന്നത്, പോലീസ് കേസെടുക്കുന്നത്. പക്ഷെ പിന്നീട് ഈ കുടുംബത്തിന്റെ ഒരു കൃത്യമായ പോരാട്ടം, അതിലേറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് ഷിമോണിന്റെ ആ പോരാട്ടം തന്നെയാണ്. ഷിമോൺ ആ സുഹൃത്തുക്കളുമായി സംസാരിച്ചപ്പോഴും ഒക്കെ തന്നെ ആ സുഹൃത്ത് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നു. അതിനനുസരിച്ച് ആണ് ഈ കേസിന്റെ നാൾവഴികൾ പിന്നീട് തുറന്നു പോവുകയും ഗ്രീഷ്മയെ തന്നെയാണ് പ്രതി എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. ഒടുവിൽ പോലീസ് അറസ്റ്റ് ചെയ്യപ്പെടുത്തിയതിനു ശേഷം കൃത്യമായ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു കഷായത്തിൽ വിഷം നൽകി സ്വന്തം കാമുകനെ കൊലപ്പെടുത്തുന്ന അത്രത്തോളം നീചമായ ഒരു പ്രവൃത്തിയിലേക്ക് ഗ്രീഷ്മ കടന്നതടക്കമുള്ള കാര്യങ്ങൾ പുറം ലോകം അറിയുകയും ചെയ്യുന്ന ആ കേസിലാണ് ഇന്ന് കൃത്യമായ ശിക്ഷാവിധി ഉണ്ടാകുന്നത്. പരമാവധി ശിക്ഷ തന്നെ ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് കുടുംബം പങ്കുവെക്കുകയും ചെയ്യുന്നത്. നിലവിൽ ഇന്ന് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ഒരു 10:30 ഈ 11 മണിയോടെയാണ് ഈ കേസിൽ വിധി പറയുന്നത്. 10:30 കുടുംബം കോടതിയിലേക്ക് പോകും. എന്തായാലും കേരളം ഉറ്റുനോക്കുന്ന ഒരു ശിക്ഷാവിധിയാണ് ഇന്ന്.